നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. പീഡനക്കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലായപ്പോൾ മാതൃഭൂമി ചർച്ചകൾ പൊടിപൊടിച്ചിരുന്നു. ഒരാഴ്ചയോളം ഈ വിഷയം തന്നെയായിരുന്നു ചർച്ചയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അതേ രീതിയിൽ സമാന കേസിൽ ചാനലിന്റെ സ്വന്തം അവതാരകനും കൈവിലിങ് അണഞ്ഞിരിക്കുകയാണ്. സഹപ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് കേസ്. പ്രമുഖർ നടത്തുന്ന സ്ത്രീ പീഡനങ്ങൾക്കെതിരെ ചർച്ചകൾ നടത്തുന്നതിൽ ചാനൽ പ്രശസ്തവുമാണ്. അറസ്റ്റിലായ അവതാരകൻ നേരത്തെ ഏഷ്യാനെറ്റിലും അവതാരകനായിരുന്നു. ഒട്ടുമിക്ക ചാനലുകളിലും ജോലി ചെയ്ത് അവസാനം മാതൃഭൂമിയിൽ എത്തി നിൽക്കുകയും പ്രവർത്തകരുടെ പരാതിയിൽ അറസ്റ്റിലാവുകയും ചെയ്തു. നേരത്തെ മംഗളം ചാനലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാതൃഭൂമി മറ്റു ചാനലുകളും കൈകാര്യം ചെയ്ത രീതിയും നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ സ്വന്തം ചാനലിൽ നാണക്കേടുണ്ടാക്കിയ ജീവനക്കാരനെ പരസ്യമായ ചർച്ചകളിലൂടെ വിചാരണ ചെയ്യുമോ അതോ ഒരു കോളം വാർത്തയെ സംഗതി ഒതുക്കി തീർക്കുമോ എന്നത് നിർണായകമാണ്. ആലുവ സബ് ജയിലിൽ കിടക്കുന്ന ദിലീപും ഇപ്പോൾ അറസ്റ്റിലായ അവതാരകനും ചെയ്തത് ഒരേ കുറ്റമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരാളെ മാത്രം ക്രൂശിക്കാതെ സ്വന്തം അവതാരകനെയും സമാന രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതും ചാനലിന് ധർമ്മമല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം സാധാരണ സ്വന്തം ചാനലിലെ ആളുകൾ അറസ്റ്റിലാകുമ്പോൾ രക്ഷിക്കാൻ നടത്തുന്ന നീക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ലെന്ന് ചാനൽ വിശദീകരിച്ചു. അമൽ വിഷ്ണുദാസിനെ ചാനലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്നും മാനേജ്മെന്റ് വിശദീകരിച്ചു. പരാതിക്കാരിയെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുമെന്നും ചാനൽ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.